നമസ്കാരം. ഈ പുരുഷന്മാർ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വിഷയം, നമ്മുടെ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഷർട്ട്. പറഞ്ഞൊരു കാര്യം, ഒരു പ്രത്യേക സമയത്ത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാണ്. ഇപ്പോ മെലീന ഒരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. തീർച്ചയായിട്ടും പലർക്കും ദൈവവിശ്വാസം പല രീതിയിലാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പോകുന്നത് എന്റെ ഇന്ദ്രിയങ്ങളെ ഉണർത്തി എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് ഒക്കെ ഉണ്ടാക്കി എന്റെ മാധ്യമ പ്രവർത്തന രീതിയൊക്കെ സുതാര്യമായി പോകുന്നതിനുള്ള എനർജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഒരു വിഗ്രഹത്തിൽ ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പം പറഞ്ഞല്ലോ, പലർക്കും പല പേർപ്പസ് ആണ് അല്ലെങ്കിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറ്റി അഥവാ വിഗ്രഹം എന്ന് പറയുന്നതിനെയും ക്ഷേത്രം എന്ന് പറയുന്നതിനെയും ഒക്കെ ഹൈന്ദവ ആചാരപ്രകാരം ചില കണക്ക് പ്രകാരവും ചില തത്വത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കൂടി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് ക്ഷേത്രം ഏത് തന്നെ ആയാലും ആ ഒരു ഡയറ്റി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് അവിടുത്തെ ആചാരപ്രകാരം എനർജി ഉണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട്. അത് പലർക്കും പലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഷർട്ട് ഇട്ട് കയറാത്തത് പുരുഷന്മാരും മേൽവസ്ത്രമൊക്കെ ധരിച്ചു കയറുന്നത് സ്ത്രീകളുമാണ്. കാലാകാലങ്ങളായി നമ്മളിത് കണ്ടുവരുന്നതാണ്. അപ്പോൾ പല ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ പുരുഷന്മാർ തന്നെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. സ്ത്രീകളൊക്കെ മൂടിപ്പൊതച്ചും അല്ലെ ഇഷ്ടമുള്ള ഈവൻ ജീൻസ് ഷർട്ടും വരെ ഇട്ടുന്ന സ്ത്രീകൾ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പുരുഷന്മാർ മാത്രം കയറുമ്പോഴത്തേക്ക് ഇത് ഊരേണ്ടി വരുന്നത് എന്ന്. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് ചാതുർവർണ്ണയം ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സവർണരെന്നും കീഴാളന്മാരെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം 1936 സ്വാതി തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ കയറാനുള്ള ആ വിളംബരം പുറപ്പെടുവിച്ചത്. അതെ, പക്ഷേ അതിനു മുമ്പ് വരെ ഈ കീഴാളന്മാർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം പ്രശസ്ത അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂകാംബിക ആയിക്കോട്ടെ, വലിയ വലിയ പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഷർട്ട് ഊരണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഷർട്ട് ഇട്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം, അന്ന് ഷർട്ടല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കുപ്പായം, പഴയ കാലത്താണ് കുപ്പായം, അതിട്ട് കയറുമ്പോൾ ഉള്ളിൽ പൂണൂലുള്ള ബ്രാഹ്മണനാണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുമായിരുന്നു. പക്ഷേ അമ്പലങ്ങളിൽ ഇത് ഊരിയിട്ട് കയറുകയാണെങ്കിൽ പൂണൂലുണ്ട്, അപ്പൊ അയാൾ സവർണനാണ്, അയാൾക്ക് അവിടെ പ്രവേശിക്കാം എന്ന് പറയപ്പെടുന്നു. ഇത് വാസ്തവമാണോ എന്ന് നമുക്കറിയില്ല. അതൊരു ചെറിയ ടെക്നിക്കൽ വിഷയമാണ്. ബ്രാഹ്മണർ മാത്രമാണ് ആ കാലത്തും നായർ വിഭാഗത്തിലുള്ളവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം, അന്ന് കയറാമായിരുന്നു. വർമ്മമാർക്ക് ഇവർക്കാർക്കും പൂണൂലില്ല. അപ്പൊ ആ ഒരു വാദം ശരിയാവാൻ സാധ്യതയില്ല. ഇത് സത്യത്തിൽ ഈ ഷർട്ട് അതിന് പറയുന്ന ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ദൈവ ചൈതന്യം നെഞ്ചിൽ പതിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഈ രണ്ടമ്മ തിക്നസ് പോലും ഇല്ലാത്ത ഒരു തുണി കിടന്നു കഴിഞ്ഞാൽ ദൈവശക്തി പതിക്കാതിരിക്കാൻ അത്ര ദുർബലനാണോ ദൈവം? സത്യത്തിൽ ഒരു ദൈവവിശ്വാസിയായ എനിക്ക് ഇതിനോട് യോജിപ്പില്ല. അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഏകീകൃതമായിരിക്കും. തീർച്ചയായിട്ടും ചില അമ്പലങ്ങളിൽ കയറാം, ചില അമ്പലങ്ങളിൽ പറ്റും. സ്വാമി അയ്യപ്പന്റെ സന്നിധാനത്ത് പോലും ഷർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൊല്ലത്ത് നിന്നാണ്. കൊല്ലം പുതിയകാവ് ദേവീക്ഷേത്രം വളരെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ദേവീക്ഷേത്രമാണ്. അവിടെ എനിക്ക് ഷർട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്റെ തൊട്ട് അടുത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ കൂടി ക്ഷേത്രമായ കുറ്റിക്കാട്ട് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറാൻ പാടില്ല. അപ്പോ ഇത് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഷർട്ടില്ലായിരുന്നു. അതെ, അതാവാനാണ് സാധ്യത. ഷർട്ടില്ലായിരുന്നു, മേൽവസ്ത്രം അധികം ധരിച്ചിരുന്നില്ല. സ്ത്രീകൾ പോലും മേൽവസ്ത്രം ഇടാതെ പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാനിപ്പോ ഈ വിഷയത്തിലാണ് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നത്. ശബരിമല തീരുമാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും യോജിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് സച്ചിദാനന്ദ സ്വാമി ഇത് പറഞ്ഞപ്പോ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യം ഓർക്കുമ്പോ ചിരി വരും. ഈ ഷർട്ടിട്ടൊക്കെ കയറാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആധുനിക കാലഘട്ടത്തോടൊപ്പം നടക്കുകയല്ലേ. അപ്പൊ ഈ സ്വാമിമാരുടെ ഈ കാഷായ വസ്ത്രമൊക്കെ മാറ്റി നിങ്ങളും ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കാൻ പറയുന്ന രീതിയിലാണ്. അപ്പൊ ഈ ചർച്ചകൾ എങ്ങനെ എന്ത് തന്നെയായാലും ഈ ക്ഷേത്രത്തിനുള്ളിൽ
കയറുവാൻ ഷർട്ട് എന്നതൊരു വലിയ പ്രതിബന്ധമായിരിക്കരുത്. ശുദ്ധി, ശരീരശുദ്ധി പരമപ്രധാനമാണ്, മനഃശുദ്ധി പരമപ്രധാനമാണ്. അതിപ്പോ എത്ര വില കൂടി ഷർട്ട് ഇട്ടാലും അത് ഉണ്ടാവണമെന്നില്ല. സത്യം. ഷർട്ട് ഇട്ടില്ല എങ്കിൽ നഷ്ടപ്പെടണമെന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ എല്ലാ ആരാധനാലയങ്ങളിലും ഷർട്ട് ഇട്ട് തന്നെ പ്രവേശിക്കുവാനുള്ള അനുമതി നൽകണമെന്നാണ് തീർച്ചയായിട്ടും വിശ്വാസി. ഈ ഒരു കാര്യത്തില് രണ്ടുപേരും ഒരേ അഭിപ്രായത്തിലാണ് ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇതില് അഭിപ്രായം ഒരുപക്ഷെ നമ്മളുടെ പ്രേക്ഷകർക്കും ഉണ്ടാവാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. പുരുഷന്മാർ ഏതൊരു ആരാധനാലയത്തിൽ കയറുന്നതിനും ഷർട്ട് ഇടണമോ, അതല്ലെന്നുണ്ടെങ്കിൽ ഷർട്ട് ഇടണ്ടയോ? ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒരുപാട് സ്വാമിമാർ പല രീതിയിൽ പറയുന്നുണ്ട്. അവരെല്ലാരും പണ്ഡിതരാണ്. ഇത് ഏത് വിശ്വസിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈ ശബരിമല ഒരു മനോഹരമായ സീസണാണ് കഴിഞ്ഞത് കേട്ടോ. സത്യത്തിൽ ഇത് ഈ ഒരു അതിന്റെ അധികാരികളെ ഇടതുപക്ഷത്തെയൊക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. യാതൊരു കഴിഞ്ഞ വർഷം പരാതികളുടെ പ്രവാഹമായിരുന്നു. ഇത്തവണ ഒരു പരാതികളുമില്ലാതെ വളരെ ഗംഭീരമായി ഒരു മണ്ഡലകാലം കഴിഞ്ഞു. ഒരു ആക്സിഡന്റ് പോലും ഉണ്ടായില്ല. എല്ലാ വിശ്വാസികൾക്കും അയ്യപ്പ ദർശനം ഉണ്ടായി. അതില് സർക്കാരിനെയും അധികാരികളെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അതിലേക്ക് വരുമ്പോ ഈ ശബരിമലയിൽ ചുരുക്കം ചില സ്ത്രീകളാണ് കോടതി വിധിയെ തുടർന്ന് കയറിയത്. കോടതി വിധി അങ്ങനെയാണ്. കോടതിക്ക് ഒരിക്കലും വിശ്വാസങ്ങളെ മാത്രം മുൻനിർത്തി ഒരു വിധി പറയാൻ കഴിയില്ല. അപ്പൊ അവർക്ക് അവരുടേതായ രീതി. അപ്പൊ അങ്ങനെ കേറിയ ഒരു 3-4 സ്ത്രീകൾ ഇപ്പൊ അവര് എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 2018 ഏറ്റവും കൊടുമ്പിരിക്കൊണ്ട ആ ഒരു വിധിയും കാര്യങ്ങളും ഒക്കെ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടായതും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ശബരിമല വിഷയമാണ് അന്ന് ഓടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം, അല്ലെ? ദിനം പ്രതി അത് തന്നെയാണ്. ഓരോ മണിക്കൂർ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ തുറുപ്പുചീട്ടായിരുന്നു ഈ ഒരു വിഷയം. പല രീതിയിലും എല്ലാ പാർട്ടികളും അതിൽ അവരുടേതാകുന്ന റോള് നന്നായി കൈകാര്യം ചെയ്തു. എങ്ങനെ മതം രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിന് അവർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വർഗീയമായി ചിന്തിക്കുന്ന മറ്റു മതത്തിലുള്ളവർ, വർഗീയമായി ചിന്തിക്കുന്നവർ, ഈ രാഷ്ട്രീയത്തെ തീവ്ര രാഷ്ട്രീയമായി കാണുന്നവർക്ക് ധാരാളം പണം വെക്കുന്നത്, പ്രസിദ്ധി, അല്ലെങ്കിൽ ഇവരാരും അറിയില്ല. ഇത് ഈ പറയുന്ന ദൈവവിശ്വാസി അല്ല എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരും പലരും വലിയ വിശ്വാസികളാണ്. ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് അവർ ക്ഷേത്രത്തിൽ ഈ പല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്? ഇതൊക്കെ ഒരു വിശ്വാസം, അവിശ്വാസത്തിന്റെ പുറമക സൃഷ്ടിച്ച് വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യ ജീവിതത്തിലൂടെയാണ് ഇവരൊക്കെ പലരും കടന്നു പോകുന്നത്. ചിലർ പബ്ലിക്കായിട്ട് പറയുന്നില്ല, കഴിയില്ല. ഈ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാ മതത്തിനുമുണ്ട്. മതം എപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മതത്തിന്റെ വിഷയം വരുമ്പോൾ അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ വഴിക്ക് അതിന് വിടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അവിടെ ലോജിക്കിന് കാര്യമില്ല, അല്ലെങ്കിൽ ബ്രെയിൻ കൊണ്ടല്ല അവിടെ ചിന്തിക്കേണ്ടത്, ഇമോഷനാണ്. റിലീജിയൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇമോഷനാണ്. ഇപ്പൊ ഈ ഒരു വിധി വന്ന സമയത്തും സ്ത്രീക്കും പുരുഷനും ഒക്കെ തുല്യതയുടെ ഭാഗം എന്ന രീതിയിൽ എന്തിനാണ് സ്ത്രീയെ ശബരിമലയിൽ കയറ്റാതെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർന്ന സമയത്ത് ഓർക്കുക, കേരളത്തിൽ പത്തനംതിട്ടയിൽ പന്തളത്തുള്ള ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ആചാരമനുസരിച്ച് അവിടെ ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്. യെസ്, അവിടുത്തെ ആ ഡയറ്റി എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ പോകുന്ന സ്ത്രീകൾ അവിടെ അപമാനിക്കുന്നത് അവിടുത്തെ മാളികപ്പുറത്തമ്മയാണ് എന്നൊരു വിശ്വാസം കൂടി ഹിന്ദു മതവിശ്വാസികൾക്കിടയിലുണ്ട്. മാളികപ്പുറത്തമ്മ ഇന്നും കന്യയ്യപ്പൻ കയറാത്ത ഒരു വർഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അയ്യപ്പന്റെ പ്രിയതമയാവാൻ എന്നാണ് അതിന്റെ ഒരു വിശ്വാസം. ഓരോ അമ്പലങ്ങൾക്കും ഓരോ വിശ്വാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കൾക്ക് അറിയാമായിരിക്കും, ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ വലം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് പോകും. പക്ഷെ ഞാൻ പറയുകയാണ്, നാളെ പോയിട്ട് ഞാൻ എല്ലാ അമ്പലത്തിലും ഫുള്ള് ചുറ്റുമല്ലോ, എന്നാൽ ഞാൻ ഇവിടെയും ചുറ്റും എന്ന് പറഞ്ഞ് എനിക്ക് കയറാൻ പറ്റുമോ? പറ്റില്ല. അതാ പറഞ്ഞത്. അതുപോലെ നിഷ്ഠയും ചര്യയും ഉള്ള ശബരിമലയെ സംബന്ധിച്ച് അതാണ്. സ്ത്രീകൾ ഒരു ഋതുമതി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നാണോ അവരുടെ ആർത്തവം ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ അവർ യുവതി അല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിൽ ഈ ബ്രഹ്മചര്യത്തിന് ഒരു ഭംഗം വരാത്ത രീതിയിൽ സ്ത്രീകൾക്ക് ദർശനം. ഈ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ യുവതികൾ പോകണ്ട എന്നുള്ളതിനെ അനുകൂലിക്കുകയാണോ?
അല്ല, ശബരിമലയിൽ അവിടുത്തെ ആചാരം എന്താണോ അതനുസരിച്ച് തന്നെ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും 8 വയസ്സുള്ളപ്പോൾ കറുത്ത പെറ്റിക്കോട്ടും ഒക്കെ ഇട്ട് മാളികപ്പുറമായിട്ട് ശബരിമലയിൽ കയറിയിട്ടുണ്ട്. സ്വാമിയെ ശരണം വിളികളുമായിട്ട്. എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ്. തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ അമ്മമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിലുണ്ട്. ഇനി മോള് അമ്മമ്മയാവുമ്പോൾ നമുക്ക് പോവാം കേട്ടോ. അപ്പൊ അതാണ് ഓരോ ഹിന്ദുമത വിശ്വാസിയും കുട്ടിക്കാലത്തെ കേട്ട് വളരുന്ന അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന ഒരു വിശ്വാസമുണ്ട്. അതിൽ നിലനിന്ന് പോവാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ്. മതം എന്നത് വളരെ സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവാണ്. അത് രാഷ്ട്രീയത്തിനും അപ്പുറമാണ്. യെസ്, അതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അതുകൊണ്ടാണ് അന്ന് അത്രയും ജനങ്ങൾ, സ്ത്രീകൾ തെരുവിലിറങ്ങിയത്, ദീപജ്യോതി കത്തിച്ചുകൊണ്ട്. അതെ, ശരണം വിളികൾ കൊണ്ട് മാത്രമാണ് അവര് തെരുവിലിറങ്ങിയത്. അപ്പൊ എന്ത് തന്നെയായാലും ശബരിമലയിൽ സർവ്വ ജാതി മതത്തിലുമുള്ളവർക്ക് വരാൻ പറ്റുന്ന ഒരു മതേതര ആരാധനാലയമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സന്നിധിയിൽ സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്നുള്ളതല്ല, ഒരു സമയത്ത് വരാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ആചാരത്തോട് നമ്മുടെയൊക്കെ സ്വരങ്ങൾ ഒരേ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഇനി നിങ്ങളും പറയൂ, നിങ്ങളും ചർച്ച ചെയ്യൂ. ഞങ്ങൾ പുരുഷന്മാരെയും എല്ലാ ആരാധനാലയങ്ങളിലും സത്യം ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. ചില ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ ഷർട്ട് ഊരേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് കയറാതെ പോകും. കഷ്ടം. 100% അല്ല, അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാരുടെ പ്രതിനിധിയാണ് ബിജു ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഷർട്ടിട്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും കയറുന്നതിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നു. 2, ശബരിമല എന്ന പുണ്യ സങ്കേതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിൽക്കട്ടെ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.